ഹായ്, വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാൻ. പലപ്പോഴും നമുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഇത് അതുപോലല്ല. എത്ര ചെയ്യാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? ഈസിയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ഇത്രയും കുഞ്ഞ് ഒരു ബോട്ടിൽ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ യൂസ്ഫുൾ അല്ലാത്ത, നമുക്കിപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ ഗിഫ്റ്റ് കിട്ടുന്ന കപ്പുകൾ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോൾ ബ്രൂ കോഫിയുടെയൊക്കെ ബോട്ടിൽസ് കാണും. അതിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു എസ്തെറ്റിക് ഡെക്കർ പോലെ നമുക്ക് വെക്കാനും പറ്റും. വലിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ യൂസ്ഡ് ചെയ്ത ബോട്ടിൽസ്, അതായത് ബ്രൂവിൻ്റെ കോഫിയുടെ ബോട്ടിൽസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെന്നൊക്കെ ഇടുന്ന പെൻ സ്റ്റാൻഡ് ആക്കാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് മണി പ്ലാന്റ് വെച്ച് ഡെക്കർ ചെയ്യാനായിട്ട് പറ്റും. ഒരു എസ്തെറ്റിക് സെൻസ് വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ബോട്ടിലെടുത്ത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറോ, വൈറ്റ് കളർ ആകുമ്പോഴത്തേന് നെക്സ്റ്റ് കളർ അടിക്കുമ്പം ആ കളർ കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് വൈറ്റ് കളർ ആദ്യം ബേസ് കോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന അക്രിലിക് പെയിൻ്റാണ്, അതിൻ്റെ ഒരു ബ്രഷ് പെയിൻറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ബ്രസ്റ്റോയുടെ ബ്രാൻഡാണ്. അതുകൊണ്ട് നല്ലതാണ് അത് സംഭവം. കുറച്ച് റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്തു. കാരണം ഒരു വലിയ ബോട്ടിൽ എടുത്ത് നമ്മളിങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് കൊച്ചു ഇങ്ങനത്തെ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡെക്കേഴ്സൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്രയും വലിയ ബ്രാൻഡിൻ്റെ ഒന്നും ഇല്ലെങ്കിലും ഒരു കൊച്ചു ബ്രാൻഡിൻ്റെ ആണെങ്കിലും, അതേ നമ്മുടെ ബ്രഷ് പെൻ യൂസ് ചെയ്താലും ഇങ്ങനെ ഒരു ഈസി ആയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു ലൈറ്റ് കളർ ആദ്യം ഒരു ബേസ് കോട്ടായിട്ട്, ഗ്രീനറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബേസായിട്ട് നമ്മുടെ ഈ ഗ്രീൻ കളർ ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആകുമ്പോഴത്തേന് കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറും, ദൂരേക്ക് പോകുമ്പോഴത്തേന് കളർ വേരിയേഷൻ വരുന്നതായിട്ടുള്ളൊരു സീനറി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ആ ഒരു ഡിഫറൻസ് നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ല അല്ലെ പെയിൻറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്നൊരു ഡിഫറൻസ് അവിടെ മനസ്സിലാവുന്ന പോലുമില്ല. എന്നിട്ട് അവസാനം അവിടെ ഒത്തിരി പൂ നിൽക്കുന്നത് പോലെ കാണിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ബ്രഷ് പെൻ യൂസ് ചെയ്ത്, അക്രിലിക് ബ്രഷ് പെൻ എന്നാണ് പറയുന്നത്, ആ പെൻ ഉപയോഗിച്ച് നമ്മളവിടെ ഡ്രോ ചെയ്യുക ചെയ്ത്. ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാം. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരു വേറെ റേഞ്ച് തന്നെ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ലവ് പോലും, ഒരു ഷെയ്ഡ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ലവ് ഒക്കെ ചെയ്ത് വെക്കുവാണ്, ലവ് പോലും ഇങ്ങനെ വരച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത എഫേർട്ടിന് ആരെങ്കിലും കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ്. ചിലപ്പോൾ അത് മാത്രം മതിയായിരിക്കും നമ്മുടെ കുറച്ച് ദിവസത്തെ പുതിയൊരു വർക്കിന് വേണ്ടിയുള്ള ആ ഒരു ടെംപ്റ്റേഷന്, അതുപോലെ തന്നെ മോട്ടിവേഷനൊക്കെ ആ ഒരു വേർഡ് മാത്രം മതി. അത് കൊള്ളാലോ, നിങ്ങളെങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് ചോദിക്കുന്നത് മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് ടെൻഷൻ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ചെയ്യാൻ പറ്റി ഈസി ആയിട്ട്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡെക്കറാണ്. പിന്നെ കുറച്ചൊന്ന് എവിടെയെങ്കിലും ഒരു റെഫറൻസൊക്കെ, പിൻട്രസ്റ്റ് അങ്ങനത്തെയൊക്കെ ഒരു സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് നിങ്ങൾ റെഫറൻസ് എടുക്കുന്നത് നന്നായിരിക്കും. ഒരു പക്ഷേ അറിയത്തില്ല ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ, അത് വേറെ ആർക്കും കൊണ്ടുവന്ന് തരാൻ പറ്റത്തില്ല. ഇത് സിമ്പിളായിട്ട് നമ്മുടെ ഡാലിയ പോലത്തെ ഒരു ഫ്ലവറാണ് ഈ റെഡ് വെച്ച് വരയ്ക്കുന്നത്. ജസ്റ്റ് ആർക്കും വരയ്ക്കാം അത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയുടെ ബാക്കി കൂടെ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയണേ. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജസൊക്കെ കമൻറ്റ് ബോക്സിലിട്ട് തന്നു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ഒരു വലിയ സന്തോഷമായിരിക്കും.